ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമവലോകരാശിം നിരുന്ധി വാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ടുഡേ വി ആർ ഗോയിങ് ടു റീഡ് ബാലലീല. 45-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ 1 തൊട്ട് 5 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. 45-ാമത്തെ ദശകം കൃഷ്ണൻ്റെ ബാലലീലയാണ്. അയിസബല മുരാരേ പാണിജനു പ്രജാരൈഃ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകഭാജൗ ചേരതു ചാരുവേഗാത്. അയിസബല മുരാരേ പാണിജാനുപ്രചാരൈഃ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകുഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകഭാജൗ ചേരതു ചാരുവേഗാത്. അയി സബലമുരാരേ പാണിജാനുപ്രചാരൈഃ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകഭാജൗ ചേരതു ചാരുവേഗാത്. അയി സബലമുരാരേ പാണിജാനുപ്രചാരൈഃ കിമപി ഭവനഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ ചലിതചരണകുഞ്ചൗ മഞ്ജുസഞ്ജീരസിഞ്ചൈഃ ശ്രവണകുതുകഭാജൗ ചേരതു ചാരുവേഗാത്. ബലരാമ സമ്മതനായ ഹേ മുരാരേ. സമ്മതനായ ഹേ മുരാരേ, ഭവാന്മാരിരുവരും കയ്യും മുട്ടും കുത്തി സഞ്ചരിച്ചുകൊണ്ട് വീട്ടിൻ്റെ ഓരോ ഭാഗത്തിലെയും അനിർവചനീയമാവണ്ണം അലങ്കരിക്കുന്നവരായും ചലിക്കപ്പെട്ട പാദപങ്കങ്ങളോട് കൂടിയവരായും മനോഹരങ്ങളായ തളകളുടെ ശബ്ദം കേൾക്കുന്നതിൽ കൗതുകത്തോടു കൂടിയവരുമായിട്ട് വേഗത്തിൽ മനോഹരമായ വിധം സഞ്ചരിച്ചു. ബലരാമ സമ്മേതനായ ഹേ മുരാരേ, ഭഗവാന്മാർ ഇരുവരും കയ്യും മുട്ടി കുത്തി സഞ്ചരിച്ചുകൊണ്ട് വീട്ടിൻ്റെ ഓരോ ഭാഗങ്ങളെയും അനിർവണീയമാവണ്ണം അലങ്കരിക്കുന്നവരും ചലിക്കപ്പെട്ട പാദപങ്കജങ്ങളോട് കൂടിയവരും മനോഹരങ്ങളായ തളകളുടെ ശബ്ദം കേൾക്കുന്നതിൽ കൗതുകത്തോടു കൂടിയവരുമായിട്ടിരുന്നിട്ട് വേഗത്തിൽ മനോഹരമായ വിധം സഞ്ചരിച്ചു. അടുത്ത ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം. മൃദു വിഹസന്തൗ ഉന്മിഷത് ബന്ധബന്ധൗ വദനപതിതകേശൗ ദൃശപാദാബ്ജദേശൗ ഭൂജഗളിതകരാന്തവ്യാലഗദ് കങ്കണ അംഗൗ മതിം അഹരദം ഉച്ചൈഃ പശ്യതാം വിശ്വനൃണാം. മൃദു വിഹസന്തൗ ഉന്മിഷത് ദന്തബന്ധൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭൂജഗളിതകരാന്തവ്യാലഗദ് കങ്കണ അംഗൗ മതിം അഹരദം ഉച്ചൈഃ പശ്യതാം വിശ്വനൃണാം. മൃദു വിഹസന്തൗ ഉന്മിഷത് ദന്തബന്ധൗ വദനപതിതകേശൗ ദൃശ്യപാദ അബ്ജദേശൗ ഭൂജഗളിതകരാന്ത വ്യാലഗത് കങ്കണ അംഗൗ മതിം അഹരദം ഉച്ചൈഃ പശ്യതാം വിശ്വനൃണാം. മന്ദഹസിക്കുന്നവരും ആ സമയം പ്രകാശിക്കുന്ന ദന്തങ്ങളോട് കൂടിയവരുമായി മുഖത്ത് തൂങ്ങിക്കിടക്കുന്ന കറ്റ നിരകളോട് കൂടിയവരും മുട്ടുകുത്തി നടക്കുമ്പോൾ ശബ്ദമായി കാണപ്പെടുന്ന സുന്ദരങ്ങളായ ഉള്ളംകാലോട് കൂടിയവരുമായി കയ്യിൽ നിന്ന് അയഞ്ഞ കൈപ്പടത്തിൽ തൂങ്ങി നിൽക്കുന്ന വളകളെ കൊണ്ട് അടയാളപ്പെടുത്തവരുമായ നിങ്ങളിരുവരും കാണികളായ സകല ജനങ്ങളുടെയും മനസ്സിനെ ഏറ്റവും കൂടുതൽ കവർന്നുവല്ലോ എൻ്റെ ഭഗവാനെ ശ്രീകൃഷ്ണ. മന്ദഹസിക്കുന്നവരും ആ സമയം പ്രകാശിക്കുന്ന ദന്തങ്ങളോട് കൂടിയവരും മുഖത്ത് തൂങ്ങിക്കിടക്കുന്ന കറ്റ നിരകളോട് കൂടിയവരും മുട്ടുകുത്തി നടക്കുമ്പോൾ സ്പഷ്ടമായി കാണപ്പെടുന്ന സുന്ദരങ്ങളായ ഉള്ളംകാലോട് കൂടിയവരും കയ്യിൽ നിന്ന് അയഞ്ഞ കൈപ്പടത്തിൽ തങ്ങി നിൽക്കുന്ന വളകളെ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടവരുമായ നിങ്ങളെല്ലാവരും കാണികളായ സകല ജനങ്ങളുടെയും മനസ്സിനെ കവർന്നു ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ. മൂന്നാമത്തെ ശ്ലോകം.
അനുസരതി जनौखे अनुसरति जनौखे कौतुकव्याकुलाक्षे किमपि कृतनिदानिनादं व्यघसन्तौ द्रवन्तौ अनुसरति जन औखे औखे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्यघसन्तौ द्रवन्तौ वलितवदनपद्मं पृष्ठतः दष्टदृष्टिः किमिव विदधादे कौतुकं वासुदेव. अनुसरति जनौखे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याहसन्तौ द्रवन्तौ वलितवदनपद्मं पृष्ठतो दत्तपृष्टि किमिव न विदधादे कौतुकं वासुदेव. अनुसरति जन ऊखे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याहसन्तौ द्रवन्तौ वलितवदनपद्मं पृष्ठतः दत्तदृष्टि किमिव न विदधादे कौतुकं वासुदेव. മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. അനുസരതി ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതവദനപദ്മം പൃഷ്ഠതഃ ദത്തദൃഷ്ടി കിമിവ ന വിദധാദേ കൗതുകം വാസുദേവ. അനുസരതി जनौखे कौतुकव्याकुलाक्षे किमपि कृतनिनादं व्याहसन्तौ द्रवन्तौ वलितवदनपद्मं पृष्ठतः दत्तदृष्टि किमिव न विदधादे कौतुकं वासुदेव. അല്ലയോ വാസുദേവ സൂനോ, ഗോകുലവാസികളായ ജനങ്ങൾ കൗതുകത്തോടെ പര്യാകുലങ്ങളായ കണ്ണുകളോട് കൂടിയവരായി ചിലത് ശബ്ദിച്ചുകൊണ്ട് പിന്നിൽ വരുന്ന അവസരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മുട്ടുകുത്തി ഓടുന്നവരായിട്ട് പിന്തിരിക്കപ്പെട്ട മുഖകമലത്തോടു കൂടിയവരും പിന്നിലേക്ക് നോക്കുന്നവരുമായി ഏതേത് കൗതുകത്തെയാണ് അങ്ങ് ചെയ്യാത്തത്? അല്ലയോ വാസുദേവ സുനോ, ഗോകുലവാസികളായ ജനങ്ങൾ കൗതുകത്തോടുള്ള പര്യാകുലങ്ങളായ കണ്ണുകളോട് കൂടിയവരായി ചിലത് ശബ്ദിച്ചുകൊണ്ട് പിന്നിൽ വരുന്ന അവസരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മുട്ടുകുത്തി ഓടുന്നവരായിട്ട് പിന്തിരിക്കപ്പെട്ട മുഖകമലത്തോടു കൂടിയവരും പിന്നിലേക്ക് നോക്കുന്നവരുമായി ഏതേത് കൗതുകത്തെയാണ് നിങ്ങൾ ചെയ്യാത്തത് എൻ്റെ ഭഗവാനെ. നാലാമത്തെ ശ്ലോകം. ദ്രുതഗതീഷു പതന്തൗ ഉത്ഥിതൗ ലിപ്തപങ്കൗ दिव्यमुनिभिः अपङ्गैः सस्मितं वन्द्यमानौ द्रुतमतजननीभ्यां स अनुकम्पं गृहीत्वा मुहुः अपि परिरब्धौ द्राङ् युवां चुम्बितौ च. द्रुतगतेषु पतन्तौ उत्थितौ लिप्तभङ्गौ दिव्यमुनिभिः अपङ्गैः सस्मितं वन्ध्यमानौ द्रुतमतजननीभ्यां सानुकम्पं गृहीतौ मुहुरपि परिरब्धौ द्रग्युवां चुम्बितौ च. द्रुतगतीषु पतन्तौ उत्थितौ लिप्तपङ्गौ दिव्यमुनिभिः अपङ्गैः सस्मितं वन्द्यमानौ द्रुतम् अथ जननीभ्यां स अनुकम्पं गृहीतौ मुहुः अपि परिरब्धौ द्राङ् युवां चुम्बितौ च. നിങ്ങൾ രണ്ടുപേരും ഓടുന്ന സമയത്തിൽ വീഴുകയും ചളിപുരണ്ട ദേഹത്തോടു കൂടി എഴുന്നേൽക്കുകയും ആകാശത്തിൽ അകന്മഷന്മാരായ മുനിവര്യന്മാരാൽ മന്ദഹാസത്തോടെ വന്ദിക്കപ്പെടുകയും പിന്നീട് വേഗത്തിൽ അമ്മമാരാൽ അലിവോടെ എടുക്കപ്പെട്ട് വീണ്ടും വീണ്ടും ആലിംഗിതരായ അക്ഷരം തന്നെ ചുംബിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഓടുന്ന സമയം വീഴുകയും ചളിപുരണ്ട ദേഹത്തോടു കൂടി എഴുന്നേൽക്കുകയും ആകാശത്തിൽ അകന്മഷന്മാരായ മുനിവര്യന്മാരാൽ മന്ദഹാസത്തോടെ വന്ദിക്കപ്പെടുകയും പിന്നീട് വേഗത്തിലെ അമ്മമാരാൽ അലിവോടെ എടുക്കപ്പെട്ട് വീണ്ടും വീണ്ടും ആലിംഗനബദ്ധരായ അക്ഷരനെ തന്നെ ചുംബിക്കപ്പെടുകയും ചെയ്തു. എൻ്റെ ശ്രീകൃഷ്ണൻ്റെ ബാലലീലയെ വർണ്ണിക്കുകയാണ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട്. അഞ്ചാമത്തെ ശ്ലോകം. ശ്രുതകുചഭരം അംഗേ ധാരയന്തീം ഭവന്തം തരളമതി യശോദ തന്യഥാ ധന്യധന്യാം കപടപശുപ മധ്യേ മൃദഹാസ അങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ശ്രുതകുചഭരം അംഗേ ധാരയന്തീ ഭവന്തം തരളമതി യശോദ തന്യഥാ ധന്യധന്യ കപടപശുപമധ്യേ ബുദ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. വാത്സല്യ അതിശയത്താൽ
ചഞ്ചലമായ മനസ്സോടും ചുരന്നൊഴുകിയ പോർമുലകളോടു കൂടിയ നിന്തിരുവടിയെ പോർമുലകളോടും കൂടി നിന്തിരുവടിയെ മടിയിലിരുത്തി മുലപ്പാലേകിയ യശോദ മഹാഭാഗ്യവതി തന്നെയല്ലേ. വാത്സല്യ അതിശയത്താൽ ചഞ്ചലമായ മനസ്സോടും ചുരന്നു ഒഴുകിയ പോർമുലകളോടും കൂടി നിന്തിരുവടിയെ മടിയിലിരുത്തി മുലപ്പാലേകിയ യശോദ മഹാഭാഗ്യവതി തന്നെയല്ലേ. അല്ലയോ കപടവേഷമാർന്ന ഗോപബാല, മുല കുടിക്കുന്നതിനിടയിൽ മൃദുമന്ദഹാസത്തോടു കൂടിയ ദന്തകുളങ്ങളാൽ മനോരമ്യമായ അങ്ങയുടെ ഓമൻ മുഖം നോക്കി നോക്കി അവർ അത്യധികം ആനന്ദിച്ചു. മുല കുടിക്കുന്നതിനിടയിൽ മൃദുമന്ദഹാസത്തോടു കൂടി ദന്തകുളങ്ങളാൽ മനോരമ്യമായ അങ്ങയുടെ ഓമൻ മുഖം നോക്കി നോക്കി അവൾ അത്യധികം ആനന്ദിച്ചു. എൻ്റെ ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങനെയുള്ള നീ എന്നെ എൻ്റെ ഈ വാദരോഗത്തിൽ നിന്നും രക്ഷിച്ചുകൂടെ? നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ എന്തൊക്കെ കളികളാണ് കളിച്ചത് എന്നൊക്കെയാണ് നാരായണ ഭട്ടതിരിപ്പാട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് തന്നെ ശ്രീകൃഷ്ണൻ്റെ ചെറുപ്പകാലത്തെ കഥകൾ പറയുകയാണ്. വായിച്ച 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. 45-ാമത്തെ ദശകം ബാലലീല വർണ്ണന. അയി സബലമുരാരേ പാണിജാനുപ്രചാരൈഃ കിമപി പവനഭാഗാന് ഭൂഷയന്തൗ ഭവന്തൗ ജലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരസിഞ്ച ശ്രവണകുതുകഭാജൗ ചേരതുഹു ചാരുവേഗാൽ മൃദുമൃദുവിഹസന്തൗ ഉന്മിഷദ്ദന്തബന്ധൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്തവ്യാലഗത് കങ്കണാംഗൗ മതിം അഹരതം ഉച്ചൈഃ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഖേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തൗ വലിതപതനപത്മം പൃഷ്ടതഃ ദത്തവൃഷ്ടി കിമിവ ന വിദധാദേ കൗതുകം വാസുദേവ ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ വിലിപ്തപങ്കൗ ദിവിമുനിഭിः അപങ്കൈः സസ്മിതം വന്ദ്യമാനോ ദ്രുതമതജനനീഭ്യാം സ അനികമ്പം ഗൃഹീത്വോ മുഹുഃ അവിപരിരബ്ധൗ ദ്രാങ്ങിവാം ചുംബിതൗ ച ശ്രുതകുജപരം അംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദ തന്യഥാ ധന്യധന്യ കപടപശിപ മധ്യേ മൃദഹാസാങ്കുരന്തേ ദശനമുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.